ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ട് ഇസ്മുകളുണ്ട്. ഒന്നാമത്തെ ഇസ്മ യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മാൻ. യാ അസീസു യാ അല്ലാഹ്. എന്താണ് യാ അസീസു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അസീസ് എന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ അർത്ഥം പ്രൗഢിയുള്ളവൻ എന്നാണ്. പ്രൗഢിയുള്ളവൻ. യാ അസീസു യാ അല്ലാഹ്, പ്രൗഢിയുള്ള റബ്ബേ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ സുബ്ഹി നമസ്കാരത്തിന് ശേഷം 41 പ്രാവശ്യം അള്ളാഹുവിന്റെ ഈ ഇസ്മ യാ അസീസു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ അവൻ ചൊല്ലുന്നത് പതിവാക്കിയാൽ, 41 വട്ടം എല്ലാ സുബ്ഹി നമസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ യാ അസീസു യാ അല്ലാഹ് എന്ന അള്ളാഹുവിന്റെ ഈ ഇസ്മ അവൻ ചൊല്ലുന്നത് പതിവാക്കിയാൽ അവനിക്ക് എന്തുണ്ടാകും? അവന്റെ കടങ്ങൾ വീട്ടപ്പെടും. മാത്രമല്ല ഐശ്വര്യമുണ്ടാകും, പ്രയാസങ്ങൾ നീങ്ങും. മാത്രമല്ല റിസ്ക്, അവന്റെ റിസ്ക് അതായത് ജീവിത വിഭവങ്ങൾ, അതിൽ അല്ലാഹു തആല വിശാലത കൊടുക്കുമെന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. വീണ്ടും കാണാം, യാ അസീസു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ഒരു മനുഷ്യൻ 658 പ്രാവശ്യം, ഓരോ അദദുണ്ട്, ഓരോ എണ്ണമുണ്ട്. അപ്പോൾ 658 പ്രാവശ്യം പതിവാക്കി കഴിഞ്ഞാൽ, എല്ലാ ദിവസവും അവൻ ഓതുകയാണെങ്കിൽ അവന്റെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും സന്തോഷവുമുള്ള കാര്യങ്ങൾ, അതായത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. മാത്രമല്ല ഓരോ ദിവസവും സന്തോഷമുള്ള പുതിയ പുതിയ വാർത്തകൾ അവനിക്ക് കേൾക്കാൻ പറ്റുമെന്നാണ്. യാ അല്ലാഹു, യാ അസീസു, യാ സലാമു എന്നീ ഇസ്മുകൾ. എങ്ങനെ? യാ അല്ലാഹു, യാ അസീസു, യാ സലാമു. 3 ഇസ്മുകൾ. യാ അല്ലാഹു, യാ അസീസു, യാ സലാമു. ഈ 3 ഇസ്മുകൾ ഒരു മനുഷ്യൻ 291 പ്രാവശ്യം 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം പറയുകയാണെങ്കിൽ സിഹർ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തൊക്കെ മനുഷ്യപരമായ പിശാചപരമായ ഉപദ്രവങ്ങളുണ്ടോ അതിനെ തൊട്ടെല്ലാം വലിയ കാവലുണ്ടാകും. വലിയ പ്രതിഫലമാണ്. 291 വട്ടം യാ അല്ലാഹു, യാ അസീസു, യാ സലാമു എന്നീ 3 ഇസ്മുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള സിഹർ, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഷർറുണ്ടോ അതിനെ തൊട്ടെല്ലാം കാവലുണ്ടാകും. 291 പ്രാവശ്യം അവൻ പറഞ്ഞിട്ട് ദുആ ചെയ്യണം. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേടിക്കിട്ടാനുണ്ടെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷം അവൻ 2 റക്അത്ത് നമസ്കരിക്കുക. ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം. എന്നിട്ട് അവൻ നല്ല സ്ഫുടതയോടെ, നല്ല രൂപത്തിൽ, അക്ഷരത്തെറ്റൊന്നുമില്ലാതെ യാ അസീസു യാ അല്ലാഹ് എന്ന് 666 വട്ടം, ഓരോന്നിനും ഓരോ എണ്ണമുണ്ട്, ഇതൊക്കെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നതാണ്. 666 പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ഇസ്മു പറഞ്ഞ് ഇശാ നമസ്കാരത്തിന് ശേഷം അവൻ 2 റക്അത്ത് മുത്തലക്കൻ സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് 666 പ്രാവശ്യം ഈ യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മു അവൻ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ എന്ത് ആഗ്രഹമാണോ അവന്റെ മുന്നിലുള്ളത് അത് അവനിക്ക് ഖൈറാണെങ്കിൽ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമെന്നും മഹത്തുക്കൾ ഈ ഇസ്മിന്റെ ശ്രേഷ്ഠതയിൽ നമുക്ക് പറയുന്നതായി കാണാൻ പറ്റും. അപ്പൊ യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മിന്റെ നേട്ടം മനസ്സിലായില്ലേ?